ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിന്റെ അകത്തേയും പുറത്തേയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് ഇത് വന്നത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ 2-3 ക്വസ്റ്റ്യൻസ് അയച്ചു. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്ന് എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടു, ലിറ്ററലി. അതിന്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിന്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. ഞാൻ പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്. ചേച്ചി എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് എനിക്കെതിരെ അനൂപ് ചന്ദ്രൻ ചേട്ടൻ വീഡിയോ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഈ കമ്മിറ്റി വന്ന സമയത്ത്, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കാൻ. ആ പരാതി എടുത്തിട്ടില്ല അവിടെ. ആ പരാതി ഞാൻ പറഞ്ഞ സമയത്ത് അവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക്, അതായത് അമ്മയുടെ ബൈലോ അനുസരിച്ചിട്ട് അസോസിയേഷനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കെതിരെ സംസാരിച്ച ചില സ്ത്രീകളും കൂടെ ഉണ്ട്, അവരെയും കൂടെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോ എനിക്ക് വേണ്ടി ബാക്കിയുള്ള ചില ആൾക്കാരെ പുറത്താക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ പരാതിയുടെ പുറകെ ഞാൻ പിന്നെ പോയില്ല. അത് അന്വേഷിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല. എന്തുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന്. നമ്മൾ ഏതാളുടെയും, സ്ത്രീ ആണെങ്കിലും ആണുങ്ങളുടെ ആണെങ്കിലും പ്രശ്നം തന്നെയാണ്. അത് അത്രയേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. there's no gender in this. ആർട്ടിസ്റ്റിന് ഒരു ജെൻഡേഴ്സ് ഇല്ല. Okay, Thank you so much. Thank you.